വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC CGLൻ്റെ എക്സാം പാറ്റേണിനെ കുറിച്ചാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക, അപ്പോൾ ഏതൊക്കെ കോൺസെൻട്രേഷൻ ചെയ്ത് പഠിക്കണം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു എക്സാമിൻ്റെ ഒരു പാറ്റേണിനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ എക്സാം ഷെഡ്യൂൾ എന്ന് പറയുന്നത് 2 ടയറായിട്ടാണ്. അപ്പോൾ ടയർ 1 ടയർ 2 ആയിട്ടാണ് എക്സാം നടത്തുന്നത്. അപ്പം ടയർ 1 എക്സാം വരുന്നത് 200 മാർക്കിനാണ് ടയർ 1. അതിൽ മാത്സ്, ഇംഗ്ലീഷ്, GK, റീസണിങ് അല്ലെങ്കിൽ ജനറൽ അവെയർനെസ് ആയിരിക്കും ടോപ്പിക്സ് വരിക. അപ്പോൾ എല്ലാ ടോപ്പിക്സിനും 25 മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ 25 മാർക്കാണ്, എല്ലാത്തിനും 25 മാർക്കാണ്. 4 മേഖലകളിൽ മാത്സ്, ഇംഗ്ലീഷ്, GK ആൻഡ് റീസണിങ്ങിന് 25ആണ്. പക്ഷേ നമുക്ക് സ്കോർ ലഭിക്കുന്നത് 2 മാർക്കാണ്. 2 മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 50ലാണ് മാർക്ക്. അപ്പോൾ 2 മാർക്കാണ്. അപ്പോൾ എല്ലാത്തിലും അതെ, മാത്സ്, ഇംഗ്ലീഷ്, GK, റീസണിങ്ങിന് എല്ലാത്തിനും 50 തന്നെയാണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 4 എണ്ണം തെറ്റുമ്പോൾ 1 എണ്ണം 1/4 നെഗറ്റീവ് മാർക്ക് വരുന്നത്. അപ്പോൾ ടോട്ടൽ 200ലാണ് ടയർ 1. ഇനി ടയർ 2 എന്ന് പറയുന്നത് ടയർ 1 പാസ്സായാൽ മാത്രമേ നമുക്ക് ടയർ 2ൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ അറിഞ്ഞിരിക്കണം, ടയർ 2 മാത്സ്, ഇംഗ്ലീഷ്, GK ആൻഡ് റീസണിങ് ആണ്. അവിടെ മാർക്ക് വരുന്നത് 30ലാണ്. അപ്പോൾ 30 മാർക്കാണെങ്കിലും 3 മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ 30, ഇംഗ്ലീഷ് 45 ആണ്, GK 25, റീസണിങ് 30. ടോട്ടൽ മാർക്ക് വരുന്നത് മാത്സ് 90, ഇംഗ്ലീഷ് 135 ആൻഡ് GK 75 ആൻഡ് റീസണിങ് 90 ആണ്. അങ്ങനെ 390ലാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. 390 ആണ് ടയർ 2. അത് ടയർ 1 പാസ്സാവുന്നവർക്ക് മാത്രം ഈ ടയർ 2 നോക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം മാർക്ക് ഇത്രയൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഏകദേശം ഈ 2 മാർക്ക് ആഡ് ചെയ്തിട്ട് 200ൽ നമ്മളൊരു 150ക്ക് എബോവ് മേടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ടയർ 2ൽ എക്സാം എഴുതാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ അത്രയും ടാർഗറ്റ് ചെയ്ത് വെക്കണം. ഓരോരുത്തർക്കും അതാത് കട്ട് ഓഫുകൾ ഉണ്ടാവും. എന്നാലും നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് 150 മാർക്കാണ്. മിനിമം നമ്മൾ അത്രയെങ്കിലും ടാർഗറ്റ് ചെയ്യണം. ഈ 200ൽ 390ൽ വരുമ്പോൾ 300 ആൻഡ് എബോവ് കിട്ടിയാലേ നമുക്ക് ഒരു ജോലിയിലേക്ക് നമുക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്രയും നമ്മൾ ടാർഗറ്റ് ചെയ്യണം. എന്നാലേ ഏകദേശം ഒരു 200ന് എബോവെങ്കിലും ലഭിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ CGL എക്സാമിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ സിലബസിൽ ഓൾറെഡി പറയുന്നതാണ് സിലബസ്. അതിനുശേഷം എക്സാമിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ഒരു പ്ലാൻ ചെയ്യണം. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. നമ്മൾ ഒരു ദിവസം ഒരു സബ്ജക്റ്റ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും ഒരു ദിവസം നമ്മൾ നോക്കണം. മോക്ക് ടെസ്റ്റുകളും ധാരാളമായിട്ട് ചെയ്യുക. മാത്സും ഇംഗ്ലീഷും റീസണിങ്ങും കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം വർക്കൗട്ട് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് അത്രയും നമ്മൾ സ്ലോ ആയി പോകും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന ബുക്സുകൾ, റെഫറൻസ് ബുക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ബുക്സുകൾ നിങ്ങൾ അതായത് NCERT ബുക്സുകൾ GK പഠിക്കാൻ ഉപയോഗിക്കുക. അല്ലാതെ തന്നെ നിങ്ങൾ ഏത് ബുക്കുകളാണോ പഠിക്കാൻ എടുക്കുന്നത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്കുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ കോച്ചിങ് സ്ഥാപനങ്ങളിൽ പോകേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം നമ്മൾ ഒരു എക്സാമിന് പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച്, ആ എക്സാമിനെക്കുറിച്ച് ഒരു വേണ്ട വിധത്തിലുള്ള അവയർനെസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു കോച്ചിങ് സെൻറ്ററിൽ തന്നെ പോയി പഠിക്കണം. അവിടെ പോയി ചെന്ന് ഒരു 1 ഇയർ അല്ലെങ്കിൽ 6 months കോഴ്സ് അറ്റൻഡ് ചെയ്യണം. ഒരു എക്സാമിൻ്റെ ഒരു സ്ട്രക്ചർ അറിയണം. എന്നാൽ മാത്രമേ നമുക്കൊരു എക്സാം, SSCയുടെ എക്സാം അല്ലെങ്കിൽ CGL, MTS, CHS പോലുള്ള എക്സാമുകളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊരു അവയർനെസ് നമുക്ക് ഈ കോച്ചിങ് സ്ഥാപനങ്ങളിലൂടെ കിട്ടുള്ളൂ. ഓക്കെ, ദെൻ നമ്മൾ ലാസ്റ്റ് മോക്ക് ടെസ്റ്റ്. ദിവസവും നമ്മൾ മോക്ക് ടെസ്റ്റ് ഡെയിലി ചെയ്യണം. മോക്കുകൾ ഒരുപാട് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് സ്പീഡ് വർദ്ധിക്കും. അപ്പോൾ മോക്കിന് നല്ലൊരു ഇമ്പോർട്ടൻസ് എക്സാമിനുണ്ട്. ഓക്കെ, ദെൻ GK ടോപ്പിക്സ് വരുന്നത് നമ്മൾ എടുത്ത് ഇത് പറയാൻ കാര്യം, ഇതിൽ നിന്നും ഒരു പ്രത്യേകമായിട്ട് ഒരു ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ്. അതുകൊണ്ടാണ് ഇത് എടുത്ത് ഞാൻ പറയുന്നത്. ഡാൻസ് ഫോംസ്, ഡിഫറെൻറ്റ് സ്റ്റേറ്റിൻ്റെ ഡാൻസ് ഫോംസ് വരാൻ സാധ്യതയുണ്ട്. സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും ഉണ്ടാവാറില്ല CGLൻ്റെ, അതെ MTS ഉൾപ്പെടെ. ദെൻ ഇൻഡെക്സസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സസുകൾ നമ്മൾ പഠിച്ചു വെക്കണം. ദെൻ ഓരോ സ്റ്റേറ്റിനുള്ള ഫെസ്റ്റിവൽസ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമുക്കറിയാം പുതിയ അപ്പോയിൻമെൻറ്റ്സുകൾ വരും. അപ്പോൾ ആ അപ്പോയിൻമെൻറ്റ്സുകളിൽ പുതിയ അപ്പോയിൻമെൻറ്റ്സിലുള്ള വ്യക്തികൾ ആരൊക്കെയാണ് അത് അറിഞ്ഞിരിക്കണം. ദെൻ FIFA, പിന്നെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്ന ഇന്ത്യൻ സൈറ്റുകൾ ഏതൊക്കെയാണ് അതൊന്ന് നോട്ട് ചെയ്യണം. പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്, ഡിഫറെൻറ്റ് രാജ്യങ്ങളിലെ പ്രൈം മിനിസ്റ്റർമാരും പ്രസിഡൻറ്റുമാരും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ജനറൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ വരുന്ന സയൻസ്,
പൊളിറ്റി, ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, പിന്നെ കറണ്ട് അഫെയർ ലാസ്റ്റ് 6 months മസ്റ്റായിട്ടും പഠിക്കണം. അതിന് 6 months അല്ല 1 year വരെ പഠിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലാസ്റ്റ് 6 months കറക്റ്റായിട്ടും അത് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഒരു എക്സാമിന് CHSL അല്ലെങ്കിൽ CGL, MTS പോലെയുള്ള എക്സാമുകൾക്ക് കറണ്ട് അഫെയർ ഒരു 5 മാർക്കെങ്കിലും മിനിമം ചോദിക്കാതിരിക്കില്ല. അപ്പോൾ നമ്മൾ കറണ്ട് അഫെയർ അത് ലാസ്റ്റ് 6 months വളരെ തറോ സ്റ്റഡി ആയിരിക്കണം. ഇനി സയൻസിൽ വരുമ്പോൾ നമുക്കറിയാം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇത് 3 സബ്ജക്റ്റുകൾ സയൻസ് വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഓരോ ചോദ്യം വെച്ച് വരാനുള്ള സാധ്യതയുണ്ട്. പൊളിറ്റി വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അമെൻമെൻറ്റ്സ് അങ്ങനെ കൃത്യമായിട്ടൊരു പാറ്റേൺ ഉണ്ട്. ആ ഒരു മേഖലകളിൽ നിന്ന് വരുമ്പോൾ റോ ടേംസ് അങ്ങനെയുള്ള ആർട്ടിക്കിൾസ്, ഷെഡ്യൂൾസ്, ഇതെല്ലാം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പൊളിറ്റിയിൽ വരുന്ന മേജർ ആയിട്ടുള്ള ടോപ്പിക്സുകളിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ആഴത്തിൽ നമ്മൾ പഠിക്കണം. ഓക്കെ, ഹിസ്റ്ററി വരുമ്പോൾ നമുക്കറിയാം ഏൻഷ്യൻ്റ്, മിഡീവൽ, മോഡേൺ ഹിസ്റ്ററി ഉണ്ട്. അതല്ലാതെ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ കണ്ടിട്ടില്ല. ഏൻഷ്യൻ്റ്, മിഡീവൽ, മോഡേണിൽ നിന്നുമാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആ ഒരു മേഖലകൾ നിങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. അത് നിങ്ങൾ ഒരു ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സബ്ജക്റ്റുകളുമായിട്ടൊരു റിലേഷൻ ഇല്ലാത്തതാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുമ്പോൾ നല്ല നല്ല ക്ലാസ്സുകൾ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. അത് ഓഫ്ലൈനിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ക്ലാസ്സുകൾ അറ്റംപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടില്ല. ഹിസ്റ്ററി, എസ്പെഷ്യലി ഹിസ്റ്ററി, ഏൻഷ്യൻ്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി ആണെങ്കിൽ നമ്മളൊരു ക്ലാസ് അറ്റംപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ തന്നെ ഓൺലൈനിലുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാണുക. പക്ഷേ അത് കൂടുതലായിട്ടും കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കുന്നതായിരിക്കും നല്ലത്. അവരപ്പോൾ നല്ല ഇതായിട്ട് കൃത്യമായിട്ട് നമുക്ക് നോട്ടും കിട്ടും, അതിൻ്റെ ആ ഒരു പഠിക്കാനുള്ള ഒരു സ്ട്രക്ചറും കിട്ടും. ഓക്കെ, ദെൻ എക്കണോമിക്സിൽ വരുമ്പോൾ നമുക്ക് GDP അല്ലെങ്കിൽ GNP, നാഷണൽ ഇൻകം, GST, ഇതേപോലെയുള്ള ടോപ്പിക്, ടാക്സുകൾ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്കണോമിക്സിൽ വരുന്നതാണ്. 5 year പ്ലാൻ ഉൾപ്പെടെ. ഇപ്പോൾ നീതി ആയോഗ്. ദെൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, ജോഗ്രഫി ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരെ, എസ്പെഷ്യലി റിവേഴ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പോലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ റിവേഴ്സിനെ കുറിച്ച് ഉണ്ടാവും. എന്നാലും ഫിസിയോഗ്രഫി, ഇന്ത്യയുടെ ഫിസിയോഗ്രഫി, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. കറണ്ട് അഫെയർ നമ്മൾ നേരത്തെ പറഞ്ഞു ലാസ്റ്റ് 6 months തറോ ആയിട്ട് പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ 1 year വരെ പഠിച്ചാലും നിങ്ങൾക്കത് പ്രോബ്ലം ഉണ്ടാവില്ല. നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സാമിൽ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 6 months മസ്റ്റായിട്ടും പഠിക്കണം. ഓക്കെ, ദെൻ നമുക്കപ്പോൾ സിലബസ് കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. മോക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? റിവിഷൻ വളരെ മസ്റ്റാണ്. കാരണം നമ്മൾ ഒരു ദിവസം പഠിച്ചു പോകുന്നു, പിന്നീട് റിവിഷൻ ചെയ്തില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. നിങ്ങൾക്ക് അതാണോ ഇതാണോ എന്നൊരു കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കണമെങ്കിൽ റിവിഷൻ ആണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഒരു ഡയറി എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കിൽ റിപ്പീറ്റ്, അത് മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് അത് തന്നെ ത്രൂ ഔട്ട് വായിക്കുക. അങ്ങനെ റിവിഷൻ ചെയ്താൽ മാത്രമേ GKയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ദെൻ ജനറൽ അവയർനെസ് സിലബസ് ആണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബറിംഗ് കൺട്രീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി അബൌട്ട് ഹിസ്റ്ററി, കൾച്ചർ, ജോഗ്രഫി, എക്കണോമിക് സയൻസ്, ജനറൽ പോളിസി ആൻഡ് സയൻറ്റിഫിക് റിസർച്ച്, ഇതെല്ലാം ജനറൽ അവയർനെസ്സിൽ വരുന്നതാണ്. സയൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം പഠിക്കണം. എല്ലാത്തിൽ നിന്നും 1 മാർക്ക് വെച്ച് വരാറുണ്ട്. ദെൻ കറണ്ട് അഫെയർ 6 months, ലാസ്റ്റ് 6 months മസ്റ്റായിട്ടും പഠിക്കേണ്ടി വരും. ദെൻ ബുക്സ് ആൻഡ് ഓതേഴ്സ്, ബുക്കുകളും ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് MTSന് വരെ ചോദിക്കുന്നുണ്ട്. CGL ആ ഒരു പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ബുക്സ് ആൻഡ് ഓതേഴ്സ് നോക്കുക. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന എല്ലാ സ്പോർട്സ്, ഫുട്ബോൾ ആവട്ടെ ക്രിക്കറ്റ് ആവട്ടെ എല്ലാം നമ്മൾ ആ സ്പോർട്സ് ഇനത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കീംസ്, കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഉണ്ടെങ്കിൽ അതെല്ലാം നോട്ട് ചെയ്യണം. അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വരും. അതിലെന്തെങ്കിലും ഫിഗർ ഉണ്ടെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഇങ്ങനെ ഹെൽത്തിന് വേണ്ടി കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫിഗർ എല്ലാം നല്ല കൃത്യമായിട്ട് ആ സ്കീമിലുള്ളത് കറക്റ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ദെൻ ഇമ്പോർട്ടൻറ്റ് ഡേയ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ജാനുവരി മുതൽ ഡിസംബർ വരെ എല്ലാ ദിവസങ്ങൾക്കും ഓരോരോ പ്രത്യേകത ഇല്ലാത്ത ദിവസങ്ങളുണ്ട്, എന്നാലും പ്രത്യേകതയുള്ള ദിവസങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ പോർട്ട്ഫോളിയോ, ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോ. അപ്പം നമ്മൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ടുള്ള നിയമനങ്ങൾ, പുതിയ വ്യക്തികളുടെ സ്ഥാനമാനങ്ങൾ അതെല്ലാം പഠിക്കാൻ ശ്രമിക്കുക. സെൻട്രൽ മിനിസ്ട്രി ഓൾസോ പഠിക്കേണ്ടതാണ്. ഓക്കെ, ദെൻ പീപ്പിൾസ് ഇൻ ന്യൂസ്, അതായത് ഇപ്പോൾ നിലവിലുള്ള ന്യൂസിൽ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെക്കുറിച്ചോ അങ്ങനെയായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ അവയർനെസ്സിൽ വരുന്ന ടോപ്പിക്സുകൾ. സിലബസ് ആണ് ഞാൻ പറയുന്നത് CGLൻ്റെ Tier 1.
ഓക്കെ, ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജിലോട്ട് വരുമ്പോൾ ഫ്രേസസ് ആൻഡ് ഇഡിയംസ് കുറച്ചധികം പഠിക്കാനുണ്ട്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സെൻറ്റൻസ് കറക്ഷൻ, എറർ സ്പോട്ടിങ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, സ്പെല്ലിംഗ് കറക്ഷൻ, റീഡിംഗ് കോംപ്രിഹെൻഷൻ, സിനോണിംസ് ആൻറ്റോണിംസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്റ്റീവ് പാസീവ്, സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്, ക്ലോസ് ടെസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എസ്പെഷ്യലി വൊക്കാബുലറി വേണമെങ്കിൽ ഒരു ദിവസം മിനിമം ഒരു 50 വേർഡെങ്കിലും പഠിക്കണം. എന്നാലും പുതിയ പുതിയ വേർഡ്സ് നമ്മൾ പഠിക്കുമ്പോൾ അത്രയും ആൻറ്റോണിംസ് ചെയ്യുമ്പോഴും സിനോണിം ചെയ്യുമ്പോഴൊക്കെ അത് വളരെ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകും. അതിന് ഏറ്റവും നല്ല ന്യൂസ് പേപ്പറുകൾ വായിക്കുക. ഹിന്ദു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഏത് ന്യൂസ് പേപ്പറാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നോട്ട് ചെയ്ത് അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു മിനിമം 50 വേർഡ്സ് പെർ ഡേ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അത് കിട്ടുള്ളൂ. ഓക്കെ, ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഹോൾ നമ്പേഴ്സ്, ഡെസിമൽ, ഫ്രാക്ഷൻ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്, മിക്സ്ചർ ആൻഡ് അലിഗേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, സ്ക്വയർ റൂട്ട്സ്, ആവറേജ്, ഇൻട്രസ്റ്റ്, then basic algebraic identities of school algebra and elementary surds and graphs of linear equation, then triangle and its various kinds of centers and congruence and similarity of triangles. ഇതിൽ വരും, തീർന്നില്ല, ഇനിയും ടോപ്പിക്സ് വേറെ ഉണ്ട്. സർക്കിൾ ആൻഡ് ഇറ്റ്സ് കോഡ്സ് ആൻഡ് ടാൻജൻസ്, then triangle, quadrilaterals, regular polygon, right prism, right circular cone, right circular cylinder, sphere, heights and distance, histogram, frequency polygon, bar diagram, then rectangular parallel piped regular right pyramid with triangular and square base, then standard identities, complementary angles. അപ്പോൾ ഇതെല്ലാം ഈ മാത്സിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ഇതെല്ലാം നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇതിൽ തന്നെ ഒരു പല പാറ്റേണുകൾ ഉണ്ടാവും. ആ പാറ്റേണുകളൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പരിചയമായാൽ മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ വളരെ സ്പീഡിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മിനിമം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ മിനിമം ഒരു 6 സെക്കൻഡോ അല്ലെങ്കിൽ 5 സെക്കൻഡൊക്കെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത്രയും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ഒരിത് വരണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. മാത്സിൽ തന്നെ പല പാറ്റേണിലുള്ള അതെല്ലാം പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കത് വളരെ സിമ്പിളായിരിക്കും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും എക്സാം വളരെ സിമ്പിളായിരിക്കും. ആസ് പെർ ദ സിലബസ് അനുസരിച്ച് ഈ സിലബസ് അനുസരിച്ച് ഇതിൽ പറയുന്ന ടോപ്പിക്സുകൾ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പല പാറ്റേൺ കണ്ടെത്തി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കൂടുതൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻസ് പാറ്റേണും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ആ എക്സാം ഹോളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എക്സാം ചെയ്യാനായിട്ട് സാധിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കൗട്ടിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ വരുന്നത് എന്തൊക്കെയാണ് നോക്കാം. വിഷ്വലൈസേഷൻ ആൻഡ് സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ, പ്രോബ്ലം സോൾവിംഗ്, അനാലിസിസ്, ജഡ്ജ്മെൻറ്റ്, ബ്ലഡ് റിലേഷൻ, ഡിസിഷൻ മേക്കിംഗ്, വിഷ്വൽ memory and discrimination, observation, relationship concept, arithmetical reasoning. Then figural classification, arithmetical number series, non-verbal series, coding and decoding, statement conclusion and സിലോജിസ്റ്റിക് റീസണിങ്, ഇത്രയും കാര്യങ്ങൾ വരും. അപ്പോൾ ജനറൽ ഇൻ്റലിജൻസും റീസണിങ്ങിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ട് ഇതിൽ വരുന്ന സിലബസ്. ടയർ 1 സിലബസിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ സിലബസ് ആദ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. പഠിച്ചതിന് ശേഷം റിവിഷൻ ചെയ്യുക. ഒരു പ്രോബ്ലത്തിൽ തന്നെ പല പാറ്റേണുകൾ വരും. അതെല്ലാം നിങ്ങൾ പഠിക്കുക. അപ്പോൾ തറോ ആയിട്ട് പഠിച്ച് പോയാൽ നിങ്ങൾക്ക് എന്തായാലും ഈ CGL എക്സാം നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് സാധിക്കും. നമുക്ക് പ്രിലിംസ് വളരെ സിമ്പിളായിട്ട് പാസ്സാകാൻ പറ്റുന്നതാണ്. പിന്നെ സെക്കൻഡ് ടയർ 2 ആണ് ഇത്രയും കൂടി അഡീഷണലായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ആണ് ടയർ 1 നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിതിൽ പറയാനുള്ളത്. CGL വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതാണ്. പഠിച്ചാൽ മാത്രം ആ ഒരു പാറ്റേണിൽ ആ സിലബസ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ള ബുക്കുകൾ, NCERT ബുക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബുക്കാണോ പ്രിഫർ ചെയ്യുന്നത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്കുകൾ ഉപയോഗിക്കുക. ഓൺലൈനിലെ ക്ലാസ്സുകൾ നോക്കുക. നമ്മുടെ തന്നെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കാണുക. അതല്ലാതെ നിങ്ങൾ കോച്ചിങ് സ്ഥാപനങ്ങളിൽ പോയി പഠിച്ച ഒരു ബേസ് ഉണ്ടാക്കുക. അപ്പോൾ അല്ലാതെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച ഒരു CGL എക്സാം നിങ്ങളെല്ലാവരും പാസ്സാകാൻ ശ്രമിക്കുക. കൂടുതൽ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഫ്രം സക്സസ് അക്കാഡമി.